സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്കൊരു അത്ഭുതം പറയാനുണ്ട്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാൻ വെറും 7 വർഷം മാത്രം പ്രായമുള്ള ഒരാളാണ്. അത്ഭുതം തോന്നുന്നുണ്ടോ? ശരീരശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾ നിരന്തരം നശിക്കുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ്. നമ്മുടെ ചർമ്മം വെറും 4 ആഴ്ച കൊണ്ട് മാറുന്നു. രക്തം 4 മാസം കൊണ്ട് പുതുക്കപ്പെടുന്നു. ഏകദേശം 7 മുതൽ 10 വർഷം കഴിയുമ്പോൾ നമ്മളിലെ ഭൂരിഭാഗം കോശങ്ങളും മാറിയിട്ടുണ്ടാകും. അതായത് 10 വർഷം മുൻപുള്ള നിങ്ങളുടെ ഫോട്ടോയിൽ കാണുന്ന ആ ശരീരം ഇപ്പോഴില്ല. നമ്മൾ നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു പുഴ പോലെയാണ്. രൂപം ഒന്ന് തന്നെ, പക്ഷെ ഉള്ളിലെ വെള്ളം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നക്ഷത്രങ്ങളുടെ ഭാഗമോ? ഈ പുതിയ കോശങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവിടെയാണ് കഥയിലെ സംഭവം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അതായത് കാർബൺ ആറ്റവും ഓരോ ഓക്സിജൻ തന്മാത്രയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂപ്പർനോവ സംഭവിച്ച നക്ഷത്രങ്ങളുടെയൊക്കെ ആകെ പൊടിപടലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവയുടെ ആയുസ് തീരുമ്പോൾ ഒരു വലിയ വിസ്ഫോടനത്തോടെ മരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അങ്ങനെ ആ സൂപ്പർനോവ എന്ന് വിളിക്കും. ആ വിസ്ഫോടനത്തിൽ ചിതറിച്ചരിച്ച നക്ഷത്രപ്പൊടികളാണ് പിന്നീട് ഭൂമിയായും ചെടികളായും നമ്മളായും മാറിയത്. നമ്മുടെ രക്തത്തിലെ ഇരുമ്പ് ഒരു നക്ഷത്രത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് നമ്മൾ വെറും മനുഷ്യരല്ല, നമ്മൾ നക്ഷത്രങ്ങളുടെ മക്കളെ തന്നെയാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നതല്ല, മറിച്ച് നമ്മളിലെ തന്നെ ഭാഗങ്ങളെ നോക്കി ചിന്തിരിക്കുകയാണ്. ഇനി മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. മരണം ഒരു അവസാനമാണോ? ഒരിക്കലുമല്ല. ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു അണുവിനെ പോലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ്. രൂപം മാറാനേ കഴിയൂ. നമ്മൾ മരിക്കുമ്പോൾ നമ്മളിലെ ആറ്റങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാർബൺ ആറ്റം നാളെ ഒരു മനോഹരമായ കൃഷ്ണ തുളസിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ മരത്തിന്റെ കൊമ്പിലാകാം. ആ ആപ്പിൾ കഴിക്കുന്ന മറ്റൊരു കുഞ്ഞിലൂടെ നിങ്ങൾ വീണ്ടും ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമായേക്കാം. മരണം എന്നതൊരു മടക്കയാത്രയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ മൂലകങ്ങളുടെ ഒരു ഷഫ്ലിംഗ് മാത്രമാണ്. നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നമ്മൾ പല രൂപങ്ങളിൽ പ്രപഞ്ചത്തിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ ഓർമ്മകളൊക്കെ എവിടെ പോകുന്നു? ഇവിടെയാണ് നിങ്ങൾ ചോദിച്ച ആ വലിയ ചോദ്യം വരുന്നത്. എൻ്റെ ഓർമ്മകൾക്ക് എന്ത് സംഭവിക്കും? ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ഓർമ്മകൾ തലച്ചോറിലെ കോശങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മരിക്കുമ്പോൾ ആ കോശങ്ങൾ നശിക്കുന്നതോടെ വ്യക്തിപരമായ ഓർമ്മകൾ മാഞ്ഞു പോയേക്കാം. പക്ഷെ അവിടെ മറ്റൊരു അത്ഭുതമുണ്ട്, ജനറ്റിക് മെമ്മറി. നമ്മുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും ഒരു എസൻസ് നമ്മുടെ DNA-യിൽ രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ എന്നിവ നിങ്ങളുടെ മക്കളിലൂടെയോ അല്ലെങ്കിൽ പേരക്കുട്ടികളിലൂടെയോ ലോകത്ത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ക്വാണ്ടം ഫിസിക്സിൽ അനുസരിച്ച് വിവരങ്ങൾ, ഇൻഫർമേഷൻ ഒരിക്കലും നശിക്കുന്നേയില്ല. നമ്മൾ ഈ ലോകത്തിന് നൽകിയ സ്നേഹവും അറിവും ഊർജമായി പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്നു. നമ്മൾ ഒരു പാട്ട് പാടിയാൽ ആ ശബ്ദം അവസാനിച്ചാലും ആ കമ്പനങ്ങൾ അന്തരീക്ഷത്തിൽ എവിടെയോ നിലനിൽക്കുന്നത് പോലെ. ഒടുവിൽ ഒരു കാര്യം കൂടി, പ്രപഞ്ചം സ്വയം കാണാൻ ഉപയോഗിക്കുന്ന കണ്ണുകളാണ് നമ്മൾ. പ്രപഞ്ചത്തിന് കണ്ണുകളില്ല, പക്ഷെ നമ്മളിലൂടെ അത് നക്ഷത്രങ്ങളെ കാണുന്നു. പ്രപഞ്ചത്തിന് ഹൃദയമില്ല, പക്ഷെ നമ്മളിലൂടെ അത് സ്നേഹിക്കുന്നു. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വെറും മണ്ണാവുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ വലിയൊരു ബോധത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഓർമ്മകൾ മാഞ്ഞാലും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. 1300 കോടി വർഷം മുമ്പ് തുടങ്ങിയ ഈ യാത്രയിൽ നിങ്ങൾ എന്നും ഉണ്ടാകും. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ ചേർന്നത് പോലെയാണ്. ആ തുള്ളി ഇല്ലാതാകുന്നില്ല, പകരം അത് സമുദ്രമായി മാറുകയാണ്. നന്ദി, നമസ്കാരം.